സോ ഗൈസ്, എമ്പുരാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ റിലേറ്റഡ് ആയിട്ട് ഒരു മേജർ കോൺട്രവേഴ്സി കേരളത്തിലെ നല്ല നോർത്തിലടക്കം പല സൈബർ സംഘി ഹാൻഡിലുകളും എമ്പുരാൻ സിനിമയെ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്ത് വന്നാലും സെൻട്രൽ അരി കിട്ടുന്ന കേട്ടിട്ടുണ്ട്. ഇപ്പൊ സെൻട്രലിന് എപ്പോഴും ബാൻ ചെയ്തിരിക്കുകയാണ്. പൃഥ്വിരാജ്, മോഹൻലാൽ, പ്രത്യേകിച്ച് മുരളി ഗോപിയുടെ ഒക്കെ വീട്ടിലേക്ക് ഇഡി റെയ്ഡ് വരുമോ എന്ന് വരെ ഞാനിവിടെ മിക്കവാറും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം വിഷയം വേറൊന്നുമല്ലടേ, എമ്പുരാൻ സിനിമയ്ക്കകത്ത് പൊളിറ്റിക്സ് പറയുന്നുണ്ട്. ലൂസിഫറിനകത്തും പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. എമ്പുരാൻ സിനിമയ്ക്ക് വരുമ്പോൾ പൊളിറ്റിക്സ് പറയുമ്പോൾ ഇതിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്പോയിലർ അലേർട്ട് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുള്ളത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം എന്താ പറയുക, നമ്മളെ നാട്ടിലിറങ്ങിയ ഒരു സിനിമയെ ഇത്രത്തോളം വർഗീയതയും രാഷ്ട്രീയവും പറഞ്ഞിട്ട് ബാനാക്കി വിടേണ്ട ആവശ്യമൊന്നും സംഘപരിവാർ ഹാൻഡിലുകൾക്കില്ല. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സംഘപരിവാർ ഹാൻഡിലുകളോടും അത് ചെയ്യുന്ന സംഘപരിവാറിൻ്റെ വ്യക്തികളോടും പരമപുച്ഛവും പരിഹാസവും മാത്രമേ എനിക്കുള്ളൂ. കാരണം നിങ്ങളുടെ നോർത്ത് നിന്ന് നമ്മളെ നാടിനെ ഒരുമാതിരി പുച്ഛിച്ച് തള്ളിയ പോലെ പ്രൊപ്പഗണ്ട മൂവിയൊക്കെ എടുത്തു കൊടുന്ന് വെച്ചിട്ട് ഇവിടെ കാണിച്ച സമയത്ത് അതെന്താ പറഞ്ഞത്, സിനിമയായിട്ട് കാണണം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഛർദിച്ച് കൂട്ടിയ നിങ്ങള് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയിട്ട് അതിനകത്ത് എല്ലാ പാർട്ടിക്കും കൊട്ടിയിട്ടുണ്ട്, കമ്മിക്കും കൊങ്ങിക്കും സംഘിക്കും കൊട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രം ഇത്ര പൊള്ളണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് കാണുമ്പോഴും അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം മറ്റല്ലോ. മറ്റേ വെള്ളരിക്ക കട്ടുകൊണ്ടോയൻ തോളത്തെ എപ്പോഴും പൊടി കെട്ടിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇപ്പൊ ഇത്. നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സിനിമയ്ക്കകത്ത് മുരളി ഗോപി രാഷ്ട്രീയം പറയുന്നുണ്ട്. നമ്മള് ലൂസിഫറിൽ കണ്ട പോലത്തെ ഒരു രാഷ്ട്രീയമല്ല ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് പുതിയൊരു പാർട്ടിയുടെ കടന്നു വരവ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ഫ്യൂച്ചർ കേരള പൊളിറ്റിക്സിന്റെ ഒരു ഫേസ് ആണ് ആര് പറയുന്നത്, മുരളി ഗോപി പറയുന്നത്. ആ ഫ്യൂച്ചർ കേരള പൊളിറ്റിക്സ് ഒക്കെ നമ്മളൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇപ്പോഴത്തെ സെൻട്രൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പല രീതിയിലുള്ള തന്ത്രങ്ങൾ മനസ്സിലായോ. മതവർഗീയത വെച്ച് മാത്രം കളിക്കാൻ വേണ്ടി ഇറങ്ങി ഒരു ടീം ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതൊരു സിനിമയെ പറയുമ്പോൾ ഞങ്ങളാണ് ഓടിക്കയറി വരേണ്ട ആവശ്യം എന്താണുള്ളത്. നിങ്ങളൊരു രീതികൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ആര് സംസാരിച്ചാലും നിങ്ങൾ അതിലൊക്കെ കയറി ഇടപെടുന്നതാണ്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഈ സിനിമയ്ക്കകത്ത് പറയുന്ന രാഷ്ട്രീയത്തിനകത്ത് ഒരു പാർട്ടിയുടെ കടന്നുവരവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അഖണ്ഡ ശക്തി മോർച്ച എന്നുള്ളൊരു പാർട്ടിയുടെ കടന്നുവരവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിന് കുരു പൊട്ടിയിരിക്കുകയാണ് നമ്മുടെ പ്രമുഖ സംഘപരിവാർ ഹാൻഡിലുകൾക്ക് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തുള്ളൊരു ഈ പൊളിറ്റിക്കൽ പ്ലോട്ട് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഈ സിനിമയുടെ ബാക്കി കാര്യങ്ങളല്ല, പൊളിറ്റിക്കൽ പ്ലോട്ട് എന്തുകൊണ്ട് ഇവർക്ക് ഗുരുപൊട്ടാൻ കാരണം എന്നുള്ളത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ടൈറ്റിൽ ക്രെഡിറ്റ്സ് ഇങ്ങനെ കാണിക്കൂലൂടെ. ടൈറ്റിൽ ക്രെഡിറ്റ്സ് കാണിക്കുന്ന സമയത്ത് ഒരു തീവണ്ടിക്ക് തീയിട്ടിട്ട് ആ തീയിൽ ഒരുപാട് പേര് വെന്ത് മരിക്കുന്നതിൻ്റെ ഒരു ഗ്രാഫിക്കൽ സാധനം ഇങ്ങനെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതുമായി ശ്രദ്ധിച്ചിട്ടില്ല. ഭയങ്കര ഇന്റൻസ് ആയിരുന്നു സാധനം, ഭയങ്കര ഇന്റൻസ് ആയിരുന്നു അത്. ബട്ട് അത് ആ സംഗതി കണക്ട് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംഘികൾക്ക് അത് പൊട്ടി. കാരണം അത് പൊട്ടാൻ കാരണം ഇത് കാണിച്ചതിന് ശേഷം പിന്നെ സിനിമയിൽ കാണിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു കഥാപാത്രത്തിന്റെ ബാക്ക് സ്റ്റോറി. അതുകൂടി ആയപ്പോൾ സംഘികൾ ഇല്ലാതെ ഉറപ്പിച്ചവര്. ഓക്കെ, അപ്പോൾ ഗോദ്രാഖണ്ഡ് 27 ജാനുവരി 2002 നടന്നിട്ടുണ്ടായിരുന്ന ട്രെയിൻ കത്തിയ സംഭവം. ഓക്കെ, അതിൽ നിന്ന് ഉണ്ടായ ഗുജറാത്ത് കലാപം. ഓക്കെ, ഈ വിഷയത്തിലേക്കാണ് ഇവർ ഈ സംഗതിയുടെ രാഷ്ട്രീയം കൊണ്ടുപോയി വെക്കുന്നത്. ഫൈൻ, ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും മുരളി ഗോപിയെയും ഒക്കെ ഇവർ എടുത്ത് വെച്ച് എന്ത് ചെയ്യുന്നത്, സൈബർ ഹാൻഡിലുകൾ, സംഘി സൈബർ ഹാൻഡിലുകൾ ആ രീതിയിൽ ഇല്ലാതാക്കുന്നത്. ഇല്ലാതാക്കാൻ ലിറ്ററലി ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പല പോസ്റ്റുകളായിട്ട് ഇവിടെ വെക്കാം. അതിനു മുമ്പ് ഓക്കെ, ഞാനിവിടെ ഒരു കോമെന്റ്, ഞാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റിനടിയിൽ വന്നതാ. രാജീവ് ചന്ദ്രശേഖർ ഇട്ട പോസ്റ്റ് എന്താ, ഇന്ന് സിനിമ കാണാൻ പോകുന്നതാണ്. പക്ഷെ അണികൾ സമ്മതിക്കുന്നില്ല. സിനിമ കാണാൻ പോകാൻ പറ്റുമോ? എമ്പുരാൻ കാണാൻ പോകുന്ന ദേശസ്നേഹികൾ ഇത് വായിക്കണം. ഭാരത് മാതാ കി ജയ്. ദേശസ്നേഹി. ഓക്കെ, എമ്പുരാനിലെ വില്ലൻ ആരാണെന്ന സസ്പെൻസ് തീർന്നു. പൊളിഞ്ഞുട്ടാ സസ്പെൻസ് പൊളിഞ്ഞ. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെയാണ് വില്ലന്മാർ. ആഹാ, ഞാൻ രാവിലെ പടം കണ്ടിരുന്നു. ഞാൻ നിങ്ങളെ നേതാക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങിയ ജനങ്ങൾ എന്ത് പറയും? CID മുസൈലേ ഇത് എന്നെ കുറിച്ചാണ്, എന്നെ കുറിച്ച് മാത്രം
ഇതെന്നെ കുറിച്ചാണ്. രാജ്മോഹൻ വാര്യം കുന്നൻ ഉണ്ടാക്കാൻ പറ്റാത്തതിനുള്ള ചൊരുക്ക് തീർത്തതാണ് എമ്പുരാനിലൂടെ. കൂടാതെ മോഹൻലാലിനും നൈസായി പണി കൊടുത്തു. മോഹൻലാലിന് പണി കൊടുത്താ അല്ലേ? മോഹൻലാൽ എന്താ പൊട്ടണ? 10-45 കൊല്ലം സിനിമയിൽ അഭിനയിച്ചിട്ട് അയാളെ സ്ക്രിപ്റ്റ് വായിക്കാതെ അയാൾ സിനിമ കയറി അഭിനയിക്കും. വിട്ട് വേറൊരു പാർട്ടിക്കാരനാക്കാൻ അവർക്ക് മോഹൻലാലിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവിടെ മോഹൻലാൽ കേരളത്തിൽ അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കാൻ നോക്കുമ്പോ പിന്നെ ലാലേട്ടന് വിട്ടുകൊടുക്കാൻ പറ്റും. ഒരാളെ കയ്യിലുണ്ടല്ലോ, ഒന്നുണ്ട് കയ്യില്. മൂപ്പര് പിന്നെ കേന്ദ്രത്തിക്കാണ് പോയതോട് കൂടിയിട്ട് മൂപ്പര് എന്താ മൂപ്പര് സിനിമേനെ എങ്ങനെ കാണുന്നുള്ള ഞാൻ എന്ത് പറയും. മൂപ്പര് ഒന്നും പറയണ്ടാവില്ല കേട്ടോ. മൂപ്പര് ഒന്നും പറയാതെ ഉണ്ടായിരിക്കുന്നൊക്കെ തോന്നണേ. ഞാൻ കണ്ടില്ല, നോമ്പല്ലേ, ഇപ്പൊ നോമ്പ് എടുക്കുന്നുണ്ടല്ലോ, ഞാൻ കണ്ടില്ല, നോമ്പ് കഴിയട്ടെ. ചിലപ്പോ നോമ്പ് കാലത്ത് എങ്ങനെ സിനിമ കാണും അങ്ങനെയൊക്കെ പറയും ചിലപ്പോ മൂപ്പര്. എന്ന് അവിടെയും പറയാൻ പറ്റില്ല, എവിടെയും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആശാന പെട്ടുപോയത് എനിക്ക്. ഓക്കെ, അപ്പോ മോഹൻലാലിന് എന്താ ചെയ്ത് നൈസായിട്ട് അങ്ങോട്ട് സൈഡാക്കി. രായപ്പൻ ഡയറക്റ്റ് ബ്രില്യൻസ് കാണിച്ച് സംഘികളെ കൊണ്ട് സുഡാപ്പികൾക്ക് വേണ്ടി മട്ടാഞ്ചേരി മാഫിയയിൽ നിന്ന് കാശും മേടിച്ച് പടമെടുത്തു. ഈ ആന്റണി പെരുമ്പാവൂരും ഗോകുലും ഗോപാലിനൊക്കെ എന്താ മട്ടാഞ്ചേരി മാഫിയ ചെയ്ത്? ഗോകുലം ഗോപാലനൊക്കെ മട്ടാഞ്ചേരി അങ്ങനെ ആലോചിക്കണം. മൂപ്പര് മട്ടാഞ്ചേരി മാഫിയായിട്ട് നടക്കുന്നത്. 2002 ഗുജറാത്ത് കലാപം മുതലെടുത്തു ഉയർന്നു വരുന്ന ഹിന്ദുത്വ വില്ലൻ, ഗർഭിണിയെ റേപ്പ് ചെയ്ത് കൊല്ലുന്ന വില്ലന്മാർ, കുട്ടികളെയും വയസ്സന്മാരെയും വരെ കൊല്ലുന്നവർ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അധികാരത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അതിനു ആഭ്യന്തരമന്ത്രിയെ വിളിക്കാൻ പറയുന്ന, അതായത് അമിത്ഷാ. എൻ്റെ മോനെ, എടേ ഈ ബ്രില്യൻസ് ഇപ്പൊ എഴുതി കൂട്ടിയ ബ്രില്യൻസ് മുരളി ഗോപി അത്ര ചിന്തിച്ച് കാണില്ല. ഓക്കെ, മുരളി ഗോപി വെച്ചു. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്തോ. കേരള സ്റ്റോറി ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾ ഇങ്ങോട്ടിട്ട് നല്ല കുത്തായിരുന്നല്ലോ അല്ലേ? അല്ല, നമ്മളിങ്ങനെ നാട്ടുകാർക്ക് മുഴുവൻ ഇട്ടിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം തിരിച്ചും കിട്ടും എന്നുള്ളത്. അതായത് എല്ലാവരും എപ്പോഴും മിണ്ടാതിരിക്കണം എന്നൊന്നുമില്ല. സിനിമ എന്ന് പറയുന്നത് സ്ട്രോങ് പൊളിറ്റിക്സ് പറയാനുള്ള ഒരു മീഡിയം കൂടിയാണ് അല്ലേ? അതിൽ സ്ട്രോങ് ആയിട്ട് ഒരാൾ പൊളിറ്റിക്സ് പറഞ്ഞു. ഓക്കെ, ആ പൊളിറ്റിക്സിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. നിങ്ങൾ സിനിമ ഇറക്കിയ പോലെ ഉള്ള പോലെ തന്നെ എന്ത് ചെയ്യുക, അങ്ങനെ മിണ്ടാതിരിക്കുക. അല്ലാതെ ഇതേപോലുള്ള പരിപാടികളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് പറയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞിട്ടില്ല. ഹിന്ദി അറിയാമെന്ന് പറഞ്ഞ് കാറിൽ കയറിയ കേന്ദ്ര വില്ലനെ കാണാൻ പോകാൻ ശ്രമിച്ച് കോമാളിയാവുന്ന ഹിന്ദി സംസാരിക്കാൻ ശ്രമിക്കുന്ന കേരള ദേശീയ പാർട്ടി നേതാവ്. നിങ്ങൾ കളിയാക്കണം നിങ്ങൾ അയാളെ. ഞാൻ മനസ്സിലാക്കണത് തന്നെ. ഇപ്പൊ അമിത്ഷാനൊക്കെ പേരും പറഞ്ഞിട്ട് അയാൾ പോലും ചിന്തിക്കാത്ത ചിലപ്പോ ഇത് കേൾക്കുമ്പോ അമിത്ഷാ നിങ്ങളൊന്നും ഉണ്ടാതിരിക്കും. ഹിന്ദി അറിയാമെന്ന് പറഞ്ഞ് കാറിൽ കയറിയ കേന്ദ്രം ആരെ പറയണ സുരേന്ദ്രൻ ഇയാൾ ഇങ്ങനെ കണ്ടിരിക്കുമ്പോണ്ടാവും ഇയാൾ എന്നെ കുറിച്ച് എന്തിനാണ് എന്നാലും വലിച്ചിട്ടെന്ന് നോക്കിണ്ടാവും. 35 സീറ്റ് ഞങ്ങൾ നേടും, കേരളം ആര് ഭരിക്കും എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുന്ന ദേശീയ പാർട്ടി നേതാവ്. സത്യം, ആ ദേശീയ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി കോടിക്കണക്കിന് പണം ഇറക്കുന്നു. ഇവ ഇറക്കിയിട്ടില്ല. ഇത് സത്യത്തിൽ ഇവര് സമ്മതിക്കുകയാണോ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ആ ദേശീയ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് കേരളത്തിലെ 2 പ്രധാന തുറമുഖങ്ങളും 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും കണ്ടുകൊണ്ട്, അതായത് അതുവഴി സ്വർണവും മയക്കുമരുന്നും കടത്താൻ. കേരളത്തിൽ അധികാരം കിട്ടിയില്ലെങ്കിൽ ഡാം ബോംബ് വെച്ച് തകർക്കുമെന്ന് കേരളത്തെ നശിപ്പിക്കുമെന്ന ഹിന്ദുത്വ വില്ലന്റെ പ്രസ്താവന. ഇതാണ് മോഹൻലാലിന്റെ, പൃഥ്വിരാജിന്റെ, മുരളി ഗോപിയുടെ എമ്പുരാൻ. ഇനി ദേശീയ സ്നേഹികൾ തീരുമാനിച്ചോ നിങ്ങൾ പൈസ കളയണോ വേണ്ടയോ എന്ന്. ഇതിലും വലിയ വിവരദോഷിയാണ്. ഇതൊരിക്കലും ഒരു BJP കാരനല്ലാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് സത്യം കാരണം ഇത് ഇങ്ങനെയൊക്കെയാണെന്നാണ് ഇയാള് BJP-നെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളതെന്നാണ്. അല്ല, ഇത് നമുക്ക് പോലും ഇത്രയും പണി കൊടുത്തതാ. പക്ഷെ എന്താ സംഗതി എന്താ അറിയോ, ഇയാൾ ഇട്ട ഈ കമന്റ് പോലെ തന്നെയാണ് ഇപ്പൊ സംഘികൾ ബിഹേവ് ചെയ്യുന്നത്. ശശികല ടീച്ചറിന്റെ പോസ്റ്റാണ്. ഇതിലും വലിയ വെള്ളിയാഴ്ചയും വലിയ പെരുന്നാളും ഒന്നിച്ചു വന്നിട്ട് നമുക്ക് മമ്മൂട്ടീനെ മോഡുലേഷൻ വായിക്കാം. ഗോത്ര എന്താണെന്ന് ഗുജറാത്തുകാർക്ക് നന്നായി അറിയാം, ഹിന്ദുത്വ എന്താവും അവർക്കറിയാം, ഏത് ഭാര്യയും ചാടിയാലും ചട്ടിയാലും അത്ര തന്നെ. സുഡാപ്പികൾ എന്തായാലും BJP-ക്ക് വോട്ട് ചെയ്യില്ല. ചെയ്യുന്നവരും ചെയ്യാൻ ഉദ്ദേശിച്ചവരും മാറ്റിക്കാൻ ഭാര്യം കുന്നനല്ല ഓന്റെ ബാപ്പ വിചാരിച്ച നടക്കൂല. ഉഷപൂജയും
ഉച്ചപൂജയും ഒക്കെ മുറയ്ക്ക് നടക്കട്ടെ. ബിലാലിന്റെ ടോണിലാണ് ഇത് വായിക്കുന്നത്. ആ മോഡുലേഷനാണ്, മനസ്സിലായോ? ആ ഒരു ഭീഷണിയുടെ മോഡുലേഷൻ ഉണ്ടല്ലോ, അതാണ്. മറ്റേ സാധനം ഏതറിയോ? ഇവിടെ നല്ല ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇനി അടുത്തത് സ്വയം സേവകർ. എടാ രാജപ്പ, ഗോദ്രയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ തനിയെ തീ പിടിച്ചതല്ല, തൊപ്പിയിട്ട ടീം തീയിട്ടതാണ്. അതിൽ വെന്തു മരിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങൾ. ഇങ്ങനെ ഇരിക്കുന്നു. ഇനി അടുത്തത് SDI പോലുള്ളവരുടെ കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കാൻ ഇത്തരം സിനിമയിലൂടെ നടക്കുന്നുണ്ടോ എന്ന് ED അന്വേഷിക്കണം. ഞാൻ വിചാരിക്കുന്നു അതെ, നിങ്ങളെ ഈ ED ഡയലോഗ് തന്നെ ഇപ്പൊ നിങ്ങൾ ലോകമണ്ടന്മാരാണ് എന്നുള്ളതിന് ഏറ്റവും ഒരു ഉദാഹരണം അതാണ്. ആ സിനിമ എമ്പുരാൻ കണ്ടിറങ്ങിയവർക്ക് ഈ ED പെട്ടെന്ന് കണക്ട് ആവും. ഇതിനെന്താ പറയേണ്ടത്? ഒരു കൂറക്കുട്ടിക്കുള്ള ബുദ്ധി പോലും തലയ്ക്കകത്തില്ല ഇവർക്കൊന്നും. വെറുതെ ഇവർക്ക് കേരളം ഒന്നും മരിക്കാൻ പറ്റാത്തത്. ഇജാതി ബുദ്ധി കൊണ്ടാണ് ഇറങ്ങുന്നത്. അടുത്തത് കേട്ടോ. എടാ രാജപ്പ, ഗോദ്രയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ തനിയെ തീ പിടിച്ചതല്ല. ഇത് കോപ്പി പേസ്റ്റ് ആണ്, മനസ്സിലായോ? തുടക്കം അങ്ങനെ കോപ്പി പേസ്റ്റ് അടിച്ചതാണ്. പ്രൊപ്പഗണ്ട മൂവി കോൺഗ്രസിനെയും ജിഹാദികളെയും വെള്ളപൂശൽ. ഗുജറാത്ത് കലാപമാണ് പടത്തിന്റെ സാരാംശം. കലാപമുണ്ടാക്കാനുള്ള കാരണമായ ഗോദ്ര ട്രെയിനിലുള്ള തീ വെക്കുന്ന സംഭവത്തിൽ കാണിക്കില്ല. കാണിച്ചാൽ തൊലിഞ്ഞ മതേതരത്വം പോകുമല്ലോ. പിന്നെ ഗർഭിണിയെ വരെ ബലാത്സംഗം ചെയ്യുന്ന രംഗം, അതൊന്നും ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ട് കൂടിയില്ല. ഇത് മുരളി ഗോപി എന്ന കോൺഗ്രസ്സുകാരനും സുഡാപ്പികളും ചേർന്ന് ചെരുപ്പ് നക്കി രാജപ്പനും നന്നായി ഇണങ്ങുന്ന ഫിലിമാണ്. അഭിപ്രായം സിനിമ കണ്ടവരുടെ. ഓഹോ, അയ്യോ, സിനിമ കണ്ട എല്ലാരും കൂടിയുള്ള അഭിപ്രായം 36. അതെ, പക്ഷേ ട്രെയിലർ തന്നെ സൂചന തന്നിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. BJPക്ക് ഇട്ട് പണിതു എന്നതിലല്ല, നല്ല ഒന്നാന്തരം വെളുപ്പിക്കൽ എന്നതിലാണ്. എല്ലാവർക്കും പൊളിഞ്ഞിട്ടുണ്ട്. ഇനി ഓൺ ദ അതർ ഹാൻഡ് ഒരു സൈഡിൽ ഇങ്ങനെ മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ക്യാൻസൽ ചെയ്തു, ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു. അസത്യ പ്രചാരണങ്ങൾക്ക് ഇത്ര ചെയ്യാനുള്ളൂ. കളഞ്ഞിരിയാണ്. ഓക്കെ, ഇനി അടുത്തത് BT ബൽറാം. ഇത് സാഫ്രോൺ കോമ്രേഡ് അവരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എമ്പുരാൻ കണ്ടില്ല, എങ്ങനെയുണ്ടെന്ന് അറിയുകയുമില്ല, എന്നാലും ചിലർക്കൊക്കെ പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും സാഫ്രോൺ കോമ്രേഡ് എന്ന പേര് ഇഷ്ടപ്പെട്ടു. പക്ഷേ കോമ്രേഡുകളായ കുറച്ച് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ കുറച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ബിനീഷ് കൊടിയേരി. ഓക്കെ, ബിനീഷ് കൊടിയേരിന്റെ പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു തരാം. ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബഡ്ജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ. സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ. ഞാൻ ഒരു കാര്യം പറയുള്ളൂ, ഈ പടത്തിനകത്ത് നല്ല രീതിയിൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ അടക്കം ഉള്ള കൊട്ടാണെന്നുള്ള സാധനങ്ങൾ വളരെ വ്യക്തമായിട്ട് എന്തുണ്ട്. ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചൊന്നും അറിയാത്ത ആളുകൾക്ക് പോലും ഈ സിനിമ കണ്ടിറങ്ങുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. മുഖ്യമന്ത്രിക്ക് ഇട്ട് കൊട്ടിയതും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇട്ട് കൊട്ടിയതും കോൺഗ്രസ്സുകാർക്ക് ഇട്ട് കൊട്ടിയതും വളരെ വിസിബിൾ ആയിട്ടാണ് കൊട്ടിയത്. എന്നറിയോ, അധികം രാഷ്ട്രീയം കുറച്ച് ബാക്കോട്ടൊന്നും അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ചെറിയ ഇപ്പോൾ ഉള്ള ആൾക്കാരാണെങ്കിലും പേപ്പർ സ്ഥിരമായിട്ട് വായിക്കുന്നത് ഇത് ഫുള്ള് LDFനെ കുറിച്ചാണല്ലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് തോന്നുന്നു. തിരുവാതിരക്കളി അടക്കം അതുപോലെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും ഇത് പൊളിഞ്ഞിട്ടില്ല. അവരൊക്കെ ഇത് സിനിമയായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ സിനിമയുടെ തുടക്കത്തിൽ ആരും നോട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ആർക്കും പ്രത്യക്ഷത്തിൽ മനസ്സിലാവാത്ത ഒരു ഫാക്ടറാണ് ഈ ട്രെയിൻ കത്തിച്ച 2002 ആ ഒരു ഇഷ്യൂ. അതിൽ നിന്ന് നിങ്ങൾ പിടിച്ചു കയറി നിങ്ങളിലേക്ക് ഏതൊക്കെ രീതിയിൽ ഇപ്പൊ നോർത്ത് നിന്ന് വരുന്ന ഒരു എന്താ പറയാ ഹിന്ദി പറയുന്ന നേതാവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ ഉണ്ടാക്കി വിട്ട സാധനം, പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ ED കണക്ഷൻ അടക്കം വെച്ചുള്ള പരിപാടികൾ നിങ്ങൾക്ക് ഇത്ര പൊളിയണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു നോർമൽ വെരി എന്താ പറയുക കോമൺ നോർമൽ മാൻ, അതായത് പൊളിറ്റിക്സ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക വോട്ടിൻ്റെ ആ സമയത്ത് മാത്രം ആർക്ക് എങ്ങനെ ചിന്തിക്കുന്ന വളരെ മൈൽഡായിട്ട് മാത്രം പൊളിറ്റിക്സിൽ അറിവുള്ള ഒരാൾക്ക് പോലും ചിന്തിച്ചാൽ കിട്ടാത്ത കാര്യങ്ങളാണ് എന്ത്
സിനിമയ്ക്ക് അങ്ങനെ ഒരു അല്ല, അങ്ങനത്തെ ഒരു ഫേസിലാണ്. അതെ, കാണിക്കാത്തൊരു സാധനമാണ്. നിങ്ങളിപ്പോ വ്യാഖ്യാനിച്ച് കണ്ടത് ഞങ്ങളെ കുറിച്ച് പറയാം, നിങ്ങളൊന്ന് കണ്ടുവെക്കുന്ന ആൾക്കാർക്ക് നിങ്ങളാണ് ഇപ്പൊ കാണിച്ചു കൊടുത്തത്. അത് നിങ്ങളെ നേതാക്കന്മാരൊക്കെ വന്നിരുന്ന് പറയുന്നത് എന്താ, ഇത് ഞങ്ങളെ നേതാവിനെ കുറിച്ചാ, ഇത് ഞങ്ങളെ കുറിച്ചാ, ഇത് നിങ്ങൾ മറ്റോരൊപ്പം കൂടിയിട്ടാ. ഇനി ഹിന്ദി അറിയാത്തെന്നൊക്കെ പറയുമ്പോ സുരേന്ദ്രൻ സമ്മതിക്കോ? എന്നെ കുറിച്ചല്ല, ഞാൻ സമ്മതിക്കില്ല, അല്ല നിങ്ങളെ കുറിച്ച് തന്നെയാണത്. അയ്യോ എന്ത് ഗതികേടല്ലേ ഈ വല്ലാത്ത നാട്ടില്, വല്ലാത്ത വീട്ടുകൾ കോടി പീസുകളാണ്. സത്യം പറയാം, ഞാൻ കുറച്ച് മുന്നേ റിവ്യൂ ഇട്ട സമയത്ത് ഞാൻ നോക്കുമ്പോ എന്റെ റിവ്യൂവിനടിയിൽ അതിഭീകരമായ കമന്റിങ്ങും ഹേറ്റും. ഞാൻ നോക്കിയ സമയത്ത് ഞാൻ അങ്ങനെ വെറുതെ പ്രൊഫൈൽ പോയി നോക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ രാഷ്ട്രീയം കൂടി ചെയ്യുന്നൊരു ചാനലാണ്, മനസ്സിലായോ? അപ്പം എനിക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താ, ഇതിന് മുമ്പ് ഈ പ്രൊഫൈലുകൾ ഇതിൻ്റെ ഏത് വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ഇട്ടു എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റും. ഞാൻ സംഘപരിവാറിനെതിരെ ചെയ്ത വീഡിയോയുടെ ഇടയിൽ ഇതേ പ്രൊഫൈലുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഏതാ കള്ളന്മാരെ, യൂട്യൂബിനകത്ത് ഇതിനൊക്കെയുള്ള വഴിയുണ്ട്, മനസ്സിലായോ? ഈ ഇപ്പം ഈ വീഡിയോയുടെ കമൻറ്റ് ഇട്ടാൽ എൻ്റെ പ്രൊഫൈൽ കുത്തി ഇതിന് മുമ്പിൻ്റെ ഏത് വീഡിയോനെ കമൻറ്റ് ഇട്ടെന്ന് കാണാൻ പറ്റും. അങ്ങനെ കുറേ ഞാൻ എല്ലാവരും പറയില്ല, കുറേ എണ്ണങ്ങൾ അങ്ങനെയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നുള്ളൂ, പേഴ്സണൽ ഇഷ്ടങ്ങളാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, കമ്മിങ് ടു ജിത്തുബായിക്ക് ഈ സിനിമ ഇൻ്റെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, ചില കാര്യങ്ങളിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമാണ് പടം കണ്ടിട്ട് അത് എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായം പറയുക എന്നുള്ളത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല, വേറെ കാര്യം നമുക്ക് ഈ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമയാണ്. ഇനി പ്രോപ്പഗണ്ട സിനിമയാണെന്നുണ്ടെങ്കിലും അത് ധൈര്യപൂർവ്വം പ്രോപ്പഗണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ ഇറക്കണം. സിനിമകൾ കാണാൻ പോവാറുണ്ട്, ഇഷ്ടംപോലെ സിനിമകൾ പ്രോപ്പഗണ്ട സിനിമാസ് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ കണ്ടു കഴിയുമ്പോൾ ആ സിനിമയ്ക്കകത്ത് ഒരു പ്രോപ്പഗണ്ട ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പഗണ്ട അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിനകത്തുള്ള മെറിറ്റുകൾ ആസ് എ സിനിമ, ആ സിനിമേന്റെ മെറിറ്റ്സ് ഉണ്ടാവുമല്ലോ കുറേ, അതിന്റെ സ്ക്രീൻ പ്ലേ, അതിന്റെ അഭിനയിച്ച ആളുകളുടെ പെർഫോമൻസ്, അതിന്റെ സിനിമാറ്റോഗ്രാഫി, അതിന്റെ നറേഷൻ, ഇതൊക്കെ എടുക്കുന്ന വ്യക്തികളാണ്. ഇപ്പൊ റീസെന്റ് ചാവ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങി, പ്രൊപ്പഗണ്ട മൂവിയാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ചാവ ഈസ് എ ബ്രില്യന്റ് മൂവി അല്ലേ, പെർഫോമൻസ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെയൊക്കെ സിനിമകൾ ഇറങ്ങുമ്പോൾ അത് പ്രൊപ്പഗണ്ട മൂവിയാന്ന് പറഞ്ഞാലും ആ ക്രാഫ്റ്റിന്റെ ക്വാളിറ്റി നമ്മളെപ്പോഴും എന്ത് ചെയ്യലുണ്ട്, അപ്രിഷിയേറ്റ് ചെയ്യലുണ്ട്. പക്ഷെ കേരള സ്റ്റോറി പോലത്തെ ഒരു സാധനം വരുമ്പോൾ അതൊരു എക്സാജുറേറ്റഡ് ഫേസിൽ ഒരു നാടിനെ തന്നെ ഒരുമാതിരി കളിയാക്കിയിട്ടുള്ളൊരു സാധനമൊക്കെ പടച്ചു വിടുന്ന ആളുകൾ, നിങ്ങൾ ഇവിടുന്ന് ഇപ്പം നിങ്ങൾക്ക് ഇതുപോലും നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലോ സിനിമയായിട്ട് കാണണം എന്നുള്ള രീതിക്കോ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് കുരു പൊട്ടിക്കാതെ നിങ്ങൾക്കിത് കുരു പൊട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളെ കുരു പൊട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സംഘികളെ നിങ്ങളിത് ബോയ്ക്കോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അല്ല, നിങ്ങൾ സ്വയം ഒന്ന് ഒരു കണ്ണാടി വെച്ച് നോക്കണത് നല്ലതാണ്. നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കുരു പൊട്ടണത്. ഒന്നും പറയാലോ, ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കില്ലേ പട്ടാനില് മറ്റേതായിരുന്നു വിഷയം, ദീപിക പതുക്കോണ്ട് ലാലേട്ടൻ എന്താണെങ്കിൽ ഈ സിനിമയിൽ അണ്ടർവെയർ കാണിച്ചിട്ടില്ല. അപ്പൊ അതല്ല കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതുവരെ തപ്പി നോക്കിയിട്ടുണ്ടാവുമല്ലോ. എന്ത് നാടേ, ഇതൊരു പടമായിട്ട് എടുക്കാൻ പറ്റണം, മനസ്സിലായോ? ഇതിലെല്ലാവർക്കും കൊട്ട, കോൺഗ്രസിന് കൊട്ട്, കമ്മിക്ക് കൊട്ട്, BJPക്ക് കൊട്ട്, എല്ലാവർക്കും കൊട്ട. എന്തായാലും പാവം നമ്മളെ ഉണ്ണിമൂന്ത രക്ഷപ്പെട്ടു, അയാളായിട്ട് അതിലുണ്ടെന്ന് ഇപ്പൊ കുടുങ്ങിണ്ടാവും പാവം. ഞങ്ങളൊപ്പം നിന്ന് ഞങ്ങൾക്കെതിരുള്ള സിനിമയിൽ അഭിനയിച്ചു. അയാളൊക്കെ വെറുതെ കൊണ്ടുപോയി സംഖ്യയാക്കിക്കുക, ഒരു കാര്യമില്ലാതെ. ഇപ്പൊ ലാലേട്ടനെ വരുമ്പല്ല കാണിച്ചത്, ഇപ്പൊ ലാലേട്ടനെ പറയാൻ വയ്യ, ലാലേട്ടൻ കിട്ട് പറയാനും, കാരണം വിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ മൊത്തം ആൾക്കാരാണ്ട് പോകുന്നുള്ളതുകൊണ്ട് അത് പറയാനും വയ്യ, വിടാനും വയ്യ. ലാലേട്ടൻ അവർക്ക് ഒന്നും ചെയ്യാൻ വയ്യ. ലാലേട്ടനൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പടി വാളൂന്ന് വിചാരിച്ചിട്ട് ഒന്നും ഉണ്ടായി എവിടെ മെൻഷൻ ചെയ്തില്ല, ആകെ ഒരാളെ കണ്ടൻ മെൻഷൻ. ബാക്കിയുള്ളവരെ മെൻഷൻ എങ്ങനെയാ വരുന്ന അറിയോ, പോയൊരു മനുഷ്യൻ പെടുത്തിയതാണ്, അങ്ങനെ ആക്കിയതാണ്. സ്ക്രിപ്റ്റ് ഒന്നും അറിയില്ലല്ലോ, ആദ്യമായിട്ടൊന്നും കേൾക്കാതെ കയറി അഭിനയിച്ചതാവൂലോ ലാലേട്ടൻ അല്ലേ. സിനിമ ഒരു സിനിമയാണ്. അതിന് ഞാൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ ആ പോസ്റ്റ് ഇട്ടതിന് എനിക്കൊന്നും പറയാലോ കേട്ടോ. അങ്ങനെ അത് അങ്ങനെ അത് ക്ലിയർ ആയിട്ട് അത് കാണാൻ പോകുന്നുണ്ടെന്നുള്ള പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് അവിടുന്ന് ഇവിടുന്ന് കുറെ നേതാക്കന്മാർ ചാടിപ്പോയിട്ട് പോവല്ലേ അയാൾ ആശംസകളൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഇട്ടുള്ളത്. അത് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അയാൾ BJP തെറ്റിദ്ധരിച്ച ആൾ വേറെ വല്ല പാർട്ടിയും ചേരുമെന്ന് പേടിച്ചിട്ടാണോ? എന്തൊരവസ്ഥ. എന്തായാലും കൊള്ളാം. എമ്പുരാൻ എന്താണെങ്കിലും ചർച്ചകൾ തീരൂല മോനെ. 1-2 ദിവസം കത്തു. സിനിമ റേഞ്ച് മാറി സിനിമയൊക്കെ മാറി. നോർത്ത് കുറെ എണ്ണം ചോദിച്ചിരിക്കുന്നത് അറിയോ, പൃഥ്വിരാജ് പൊട്ടനാണോ അതോ ബ്രില്യൻ്റ് ആണോ ചോദ്യം കേട്ടോ വരെ. അപ്പൊ അതിനിടയിൽ ഒരുത്തരം കമന്റ്, പൊട്ടനാണ്. അതെന്താ, ഇങ്ങനത്തെ ഒരു പ്രൊപ്പഗണ്ട സിനിമ കൊണ്ട് നോർത്തിൽ ഓടിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ?
ഇതാണ് ചോദ്യം. എടാ മണ്ടന്മാരെ, സംഘികൾ ഈ സാധനം ബാൻ ചെയ്ത ഈ സിനിമ ഏറ്റവും കൂടുതൽ ഓടാൻ പോണത് കേരള, കർണാടക, തമിഴ്നാട്, തെലുങ്കാന, അവിടുന്ന് GCC കൺട്രീസ് മൊത്തം ഓടും. അവിടെ ഓടിയാൽ മതി ഇവന്മാർക്ക് പൈസ. സംഘപരിവാർ ഹാൻഡിലുകൾ ഇതിനൊരു ബാന് കൊണ്ടുവന്നു. അത് പ്രത്യക്ഷത്തിൽ തന്നെയാണ് നിങ്ങൾ ഇതിനെന്ത് ചെയ്തത്, ഒരു ബാന് കൊണ്ടുവന്നത്. അതുകൊണ്ട് മക്കളെ, ഇനി നാട്ടുകാർ പടം കാണും, മനസ്സിലായോ? ഇനി കാണും. അതും ഒട്ടും മോശമായിട്ടുള്ളൊരു പടമല്ല, ഒട്ടും മോശമായിട്ടുള്ളൊരു പടമല്ല. ഇതിപ്പോ നിങ്ങൾ മോശം പടത്തിനാണ് ബാൻ അടിച്ചതുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഓക്കെ എന്ന് പറയാ. നിങ്ങൾക്ക് തോന്നിയതിന്റെ പേരിൽ ബാൻ ചെയ്യാന്ന് പറയുമ്പോ അത് നിങ്ങളെ മനസ്സിൽ മാത്രമേ ബാൻ ഉണ്ടാവുള്ളൂ. ഇവര് മുരളി ഗോപിനൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള, മുരളി ഗോപിന്റെ സിനിമയിലൊക്കെ രാഷ്ട്രീയം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ഒരു ആ ട്രെയിലറിൽ തന്നെ അതിനുള്ള ഐഡിയ ഉണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അയാൾ. അങ്ങനെ ഒരു രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിലൊക്കെ ബാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് പണ്ടത്തെ ജയറാമിന്റെയും ശ്രീനിവാസന്റെ സിനിമ മമ്മൂക്ക ഈ അടുത്ത് തെലുങ്കിൽ പോയിട്ട് എന്താ ചെയ്തത്? മമ്മൂക്ക അഭിനയിച്ച സിനിമേന്റെ അവസ്ഥ എന്താ? അതിനകത്ത് അങ്ങേരെ എന്താ, അങ്ങേര് അതിലും വ്യക്തമായിട്ടും വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് ചുമ്മാ ഇത് സിനിമയായിട്ട് കാണാന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പറയുന്നു അല്ലെ. സിനിമയായിട്ട് കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാണാതിരിക്കുക, കാണുന്നവർ കണ്ടോട്ടെ. അല്ലാതെ അതിനകത്ത് ഇതുണ്ട്, ഞങ്ങളെ പറയണ അവരെ പറയണെന്ന് പറഞ്ഞാൽ കരയാതിരിക്കും പ്ലീസ്.